ഹലോ ഗൈസ്, ഞാനിന്ന് തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മളിന്ന് വന്നേക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഫസ്റ്റ് കാണിച്ചില്ലേ സംഭവം, നടന്നു വരുന്നത് എല്ലാവരും നടന്ന് നമ്മൾ ഇങ്ങനെ അറ്റം വന്നിട്ടുണ്ട്. എന്തിനാ വന്നതെന്ന് പറഞ്ഞാൽ അതാണ്ട് ചൂണ്ടയിടാനാണ് വന്നത്. ചൂണ്ട നമുക്ക് ഇടാം. അതിന് മുന്നേ അവിടെ നമ്മളെ കൂടെ കുറച്ച് പേരും കൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ എല്ലാവരും ഇരിക്കുകയാണ്. അരവിന്ദണ്ണനുണ്ട്, ശരത്തുണ്ട്, വിഷ്ണു ഉണ്ട്, അരവിന്ദൻ്റെ വൈഫുണ്ട്. നമ്മൾ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ചൂണ്ടകളെടുത്ത് ചൂണ്ടകളിട്ടു കിട്ടുന്നു. ഓക്കെ ഗായ്സ്, നമ്മൾ നടന്നു വന്നത് ഈ വഴിയായിരുന്നു കേട്ടോ. ഈ വന്ന വഴിയാണ് നിങ്ങളെ കാണിക്കുന്നത്. കണ്ട എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ വരുന്ന വഴിയിൽ ഒരു സാധനം കണ്ടായിരുന്നു. നമ്മളത് ചൂണ്ടയിടാൻ പോകുന്നത്. അതൊക്കെ ഞാൻ ജസ്റ്റ് കാണിക്കുകയാണ് നിങ്ങളുടെ അടുത്ത്. അവിടെ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണിക്കുന്നുണ്ട്. വരുന്ന വഴിയിൽ നമ്മൾ കണ്ടൊരു കാഴ്ചയാണ് താണ്ടെ ഈ സാധനം. ഇത് അവസാനം വരെ കാണുന്ന ഒരു സംഭവം കാണിക്കുന്നുണ്ട്. ഇത് എന്തോന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പൈനാപ്പിളാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ പൈനാപ്പിൾ അല്ല, ഇത് വേറെ എന്തോ ഒരു സാധനമാണ്. അത് കറക്റ്റ് ഞങ്ങൾക്ക് ആർക്കും അറിയത്തുമില്ല. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നടന്ന് പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഞാൻ ഈ കാണിച്ചതോ നമ്മൾ അങ്ങതോ മേളിൽ നിന്ന് ഇങ്ങനെ അതിലേ നടന്ന് ഇങ്ങനെ വന്ന് ഇതിലേക്കൂടെ ഇങ്ങനെ നടന്നാണ് ഇതാണ്ടത്. അവരൊക്കെ അവിടെ നിൽക്കുക. നമ്മൾ നടന്നതാ ഇവിടെ എത്തി. ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എങ്ങോട്ട് പോവുകയാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അതോ ഇതെല്ലാം ഹിഡൻ സ്പോട്ടാ. ഇവിടെ മീൻ കിട്ടും എന്നൊക്കെയാണ് അരവിന്ദണ്ണം പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ ഇപ്പോൾ ഇടത്തില്ല. ഇവരിട്ട് ഒരു മീനെങ്കിലും പിടിച്ചിട്ട് ഞാൻ ചൂണ്ടെടുത്തുള്ളൂ. എവിടെയാ? ഇവിടെ അല്ലെങ്കിൽ ഇവിടെ പിടിച്ചിട്ടുണ്ടോ? ഏത് മീന്? ഏത് മീന്? വെയിറ്റ് വേണം. വെയിറ്റ് ഉണ്ടോ? വെയിറ്റ് ഉണ്ടെങ്കിൽ നോക്കത്തുള്ളൂ. പോയി അവരില്ല വലിച്ചെടുക്കുമായിരുന്നു. അത് കടലിൽ പോയി ആക്കിയിട്ട് കല്ലിൻ്റെ ഇടയ്ക്ക് കുരുങ്ങിയത് വലിച്ചെടുക്കും. ഇത് എനിക്കിടാനാണോ? നിക്ക് ആദ്യം അല്ല കൊരുക്കണ്ട. ആദ്യം അണ്ണ ഒന്നിനെ പിടി. ഇതെന്റെ കൈ ഇരിക്കട്ടെ. നമുക്ക് ആദ്യം ഒരാൾ പിടിക്കട്ടെ. ഞാൻ മീനെ ചൂണ്ടയൊക്കെ കൊരുത്ത് ഇടാൻ തുടങ്ങിയതേ ഉള്ളൂ. അജീഷ് മഴ കണ്ട കോട്ടൊക്കെ എടുത്തിട്ട് ചേച്ചി. ആരേത്? സതീഷ് ബ്ലോഗ് സബ്സ്ക്രൈബറാണ്. എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. അരവിന്ദ അങ്ങ് പോയിട്ടാണ്. എന്തായാലും ഇനി മീൻ കിട്ടുവാണെന്ന് ഞാൻ പറഞ്ഞു. ഇര വരുത്തിരിക്കുന്നൊക്കെ ഇച്ചിരി ഉള്ളു. അത് കാണാം. ഇട്ട് വീണില്ല. താന്നുപോലല്ലോ മീൻ കറി എങ്ങനെ അറിയൂടെ? ഞാൻ ആദ്യമായിട്ടാണ് കോട്ടയം കയറുന്നത്. കോട്ടയല്ല, കോട്ടയക്കായ. മുട്ടയ്ക്കാവ് നമ്മുടെ നാട്ടിൽ ഇത്രയും മനോഹരമായിട്ട് ലൊക്കേഷൻ പറഞ്ഞായിരുന്നു. മുട്ടയ്ക്കാവ് കോട്ടയക്കായലല്ലേ? ഇസ്കരെ കൂടെ പോയിട്ടുണ്ടെങ്കിലും ഇക്കടെ സൈഡ് വന്നിട്ട് അരവിന്ദന്റെ കൂടെ യെസ് വന്നിട്ടുണ്ട്. ആ കൊള്ളായിരുന്നു ഇവിടെ. പക്ഷെ ഭയങ്കര റേറ്റ് കേട്ടോ, 100 രൂപ. ആരെ കടയാ? നിങ്ങളെ ആണോ?
പറന്നുപോയോ? കൈയില്ല, അത് കറക്റ്റായിട്ട് പിടിക്കണം. അപ്പൊ ഫുള്ള് മറ്റേ ഇന്നലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, രാമക്കൽ മേടിലാണ് ഏറ്റവും വലിയ കാറ്റുള്ളത്. ഇതിപ്പം മുട്ടയ്ക്കാവിലാണ് ഏറ്റവും വലിയ കാറ്റുള്ള കേരളത്തിലെ സ്പോട്ടാണ് മുട്ടയ്ക്കാവ്. അത് നമ്മുടെ സ്വന്തം കൊല്ലം ജില്ലയിൽ. കഴിഞ്ഞ ദിവസം ട്രാവൽ ബി ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ചേട്ടാ എനിക്ക് വിട്ട് എടുത്തു തരണേ. ഈ സാധനം ഇതിപ്പം 2 പീസാണ്. ഇത് ഞാനിപ്പം ലോക്കാക്കാൻ പോവാണ്. അതെ, ഇതിപ്പോ ലോക്കായല്ലോ. ഇനി ഇത് സെപ്പറേറ്റ് ചെയ്യാന്നുള്ളതാണ് ടാസ്ക്. ഇതാരാ ചെയ്യാൻ പോകുന്നത്? സിമ്പിളാണ്. തലക്കകത്ത് ആളുണ്ടോ? മുടി ഇല്ലാത്തോണ്ടോ? ചെയ്തോ മുടി വിഷയമില്ല, ആള് മതി. ഇതിപ്പോ ഇത്ര നേരം കുത്തിയിരുന്ന് പഠിച്ചിട്ട് വന്നു ഇത് എങ്ങനെയാന്ന് ട്രിക്ക്, എന്നിട്ട് ടൈം എടുക്കുന്നത്. ആ 1 മിനിറ്റ് വേണമെന്നില്ല ഗൈസ്. ഇവൻ കുത്തിയിരുന്ന് ഇത്ര നേരം പഠിച്ചത് അതിന്റെ ട്രിക്ക് എനിക്കൂടെ പറഞ്ഞ. നമ്മളിലെ വീടെടുക്കുമ്പോ കൊല്ലത്ത് വന്ന് നിന്നാ മതിയേ. പിടിച്ചത് ഇതാണ്. ഇതെന്തോ സാധനം, ഇതെന്തോടെ ഇത്? അരവിന്ദനെ പിടിച്ചായിരുന്നല്ലോ ഇടയ്ക്ക്. എന്തുവായിരുന്നു? ഇങ്ങനത്തെ എന്തോ ഒരു ജീവി ഉണ്ട്, പേര് മറന്നു. നമ്മളെ കൊട്ടക്കായലിൽ മാത്രം കിട്ടുന്ന ഒരു ജീവിയാണ്, പേര് മറന്നു. ചേട്ടാ ഇങ്ങനൊരു ജീവി യഥാർത്ഥത്തിൽ ഉണ്ടല്ലോ, ഇങ്ങനെ മുള്ളം ഇതുപോലെ ഇരിക്കുന്ന, അങ്ങനെ തുറക്കുന്ന കഷ്ട പോലെ എന്തോ ഒരു സംഭവം. ഇന്ന് ഗേൾ ഫ്രണ്ടുമായി ചാറ്റ് ചെയ്യുന്ന കൊണ്ടിക്കോട്ടെ കുഴുത്ത് ഇറങ്ങാൻ പോയതാണ്. പിന്നെ ഇവരെന്തോ ചള്ളയാ കുള്ളയാന്നൊക്കെ എന്നൊക്കെ പറയുന്നത്. എന്തായാലും ഒരു മീനെങ്കിലും പിടിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഇഷ്ടം പോലെ നിൽക്കുന്നത് എന്തുവാ? വെർട്ടിക്കലായിട്ടാ ഞാൻ എടുക്കുന്നത്. സെക്കൻഡ് ഐഡി ഇടും. സെക്കൻഡ് ഐഡി 1000 ഫോളോവേഴ്സ് ആണ് പറയുന്നത്. അല്ല ഇതില് യൂട്യൂബില്. ഇത്ര നേരം നമ്മൾ മീനെ കണ്ടില്ല, കാറ്റ് കാരണം. ഇപ്പൊ മീനെ കണ്ടു. അയ്യോ പിടി വേറെ ഒന്നും നോക്കുന്നില്ല. എനിക്ക് വിശ്വാസമില്ല, സത്യമായിട്ട് വിശ്വാസമില്ല ഗൈസ്. പിടിക്കുന്നു ഇപ്പൊ അല്ല, ഞങ്ങൾ ഇറങ്ങാൻ നിന്നപ്പോഴാണ് അവരെന്തോ അവിടെ കണ്ടെന്നൊക്കെ പറയുന്നത്, മൊത്തമുണ്ടെന്നൊക്കെ പറയുന്നത്. മീനെ പിടിച്ചരാന്ന് ഇപ്പൊ കൺഫേം ആയിട്ടും പറയുന്നത്. എന്താ നമുക്ക് അറിയാം. എന്നിട്ട് പറഞ്ഞാൽ ഈ 2 ചൂണ്ടയും കൂടെ കൊരുക്കാനും. ഇത് കൊരുക്കണമെന്നുണ്ടെങ്കിൽ മീനെ കാണിക്കണം. എന്നെ കുറിച്ച് എന്തിട്ട് മാറ്റി അണ്ണനെ എടുക്കാം. എന്തിനാ എന്റെ അടുത്ത് നിൽക്കുന്നത്? നോ ബ്രോ, ഇവൻ ഈ കണ്ണാടിക്ക് വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നത് ഗൈസ്. വിട് ഞാൻ തരാം. എന്താ പിടിച്ചോ? എനിക്കെന്തിനത്? ഇല്ല, തരത്തില്ല. പിടിക്കുന്നത് നമുക്കൊന്ന് കാണാം ഗൈസ്. ഇത് പോയി വരെയൊക്കെ തിരുത്തില്ലടാ. ഞാൻ തിരുത്തില്ലടാ. മാജിക് കൊമ്പന്റെ കുപ്പി എടുക്കുന്നു. കൈ അടിക്കണ്ട മൊത്തം ഇതില്. ഞാൻ തിരുത്തില്ലടാ, എനിക്ക് വേണം ഇത്.
തിരുത്തില്ല. വീണ്ടും എറിയുന്നു. വല്ല നടക്കുവോ? മഴ എന്നിട്ട് ചൂണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒഴുക്ക്. നമ്മൾ വന്നു. അജീഷ് അണ്ണൻ അതിൽ പാസ്സായിരിക്കുകയാണ്. ആ റിസൾട്ട് വന്നതാണ്ടേ. അജീഷ് അണ്ണൻ മീനെ പിടിച്ചു. ഇത് ഏത് മീനാ? യെസ് ഗൈസ്, അങ്ങനെ നമ്മളെ എവിടെ പോയാലും നമ്മൾ പിടിക്കാറുള്ള ആ ഒരു മീനെ ഞാൻ പിടിച്ചിരിക്കുകയാണ്. ഇതാണ് കുറുമ്പാടം ഞങ്ങൾ പറയും. ചെറുത് പള്ളത്തിൽ എന്ന് പറയും, ചെറുത് പള്ളക്കകത്ത് താത്തി എന്ന് പറയും. ഓക്കെ എന്തായാലും വന്ന സ്ഥിതിക്ക് അജീഷ് അണ്ണൻ ഒരു മീനെ പിടിച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് കരിമീനാണ്. ഒരു കവറുണ്ട്. കരിമീന പള്ളാത്തിയല്ലേ? ഓക്കെ കവറിൽ കിടക്കുന്ന എല്ലാം പരലാണ്. കുറേ പരലിനെ പിടിച്ചായിരുന്നു. പിന്നെ ഒരു കരിമീനെ ഞാൻ പിടിച്ചായിരുന്നു. അത് കാണിച്ചു തരാം. അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്ത് അജീഷൻ അതെല്ലാം ആ മീനെല്ലാം കൊണ്ട് അജീഷൻ്റെ അലിഗേറ്റർ ഗാർഡിന് കൊടുക്കും. നമ്മൾ അവിടെ നിന്നാണ് മീനെ പിടിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ നടന്ന് ഇങ്ങനെ കിടക്കുകയാണ് സ്പോട്ടൊക്കെ കണ്ടോ. ഇപ്പം സമയം ഒരു 1:30 ആയിട്ടുണ്ട്. നമ്മൾക്കിനി പോയി ഫുഡ് കഴിക്കണം. ഞായറാഴ്ച അല്ലേ ഇന്ന്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് മുട്ടയ്ക്കാവിലോട്ട്. ഇതാണ് സ്പോട്ട്. ഓക്കെ, വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അടുത്ത വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഞാൻ. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം ഇറങ്ങാൻ നിന്നെയാണ്. മീനൊന്നും കിട്ടുന്നില്ല. പിന്നെ ഇപ്പോൾ കുഞ്ഞു കുറേ പരലും കാര്യങ്ങളൊക്കെ പിടിച്ചായിരുന്നു. ആ മീനെല്ലാം അജീഷൻ്റെ കയ്യിലുണ്ട്. അജീഷൻ അതിൻ്റെ അലിഗേറ്റർ ഗാർഡിന് കൊടുക്കാനാണ്. ഓക്കെ, ചക്കയാണ് കേട്ടോ. ഇത് നിങ്ങളവിടെ ഉണ്ടോ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ അരവിന്ദലയും പോയത്. ഭയങ്കര ടേസ്റ്റ് ആണെന്നാണ് അരവിന്ദ് പറയുന്നത്. അന്ന് കുറെ കമന്റ് ഉണ്ടായിരുന്നു ആളിപ്പോഴും ജീവനോടെ ഉണ്ടോന്ന്. അല്ല, ചേട്ടൻ തിന്നുന്ന പോലെ വായി വെച്ച് കാണിച്ചു കൊടുത്തു. അഹങ്കാരം എന്നെ കൂട്ടാതെ കൊണ്ടുപോയതാണ്. വീഡിയോ വന്നപ്പോഴും നമ്മളെല്ലാം അറിയാം. ആ, ഇത് നല്ല ഓറഞ്ച് കളറായിരിക്കും അകത്ത് പഴുത്തിരിക്കുമ്പോ. ഇയാളിത് എടുത്ത് വെച്ച്, പക്ഷെ ഇത് വിശക്കായാണ് അടുത്ത പിള്ളേരൊക്കെ പറയുന്നത്. എന്താന്ന് നമുക്ക് കണ്ടറിയാം. ഞാനത് കമ്മുമിക്കും കേട്ടറിയാം. കുറെ യാത്രയുണ്ട്. ഇവിടെ വിഷമാണോ ഇത്? ഇത് ആന തന്നെയാണല്ലോ. ആണോ? കയ്പ് സാധനം എടുത്ത് നക്കിയത്. വണ്ടി ഓടിച്ചങ്ങ എന്നാ മതി. വളർത്താനുള്ള പെങ്കൊച്ച് വീഡിയോ ഉണ്ട്. എന്റെ ദേഹത്തെടുത്ത് തരുന്നി എന്താന്നറിയാതെ എടുത്തങ്ങ് വായിൽ നക്കുവാങ്ങ്. ചക്കച്ചോള അടിപൊളി സാധനം. ടേസ്റ്റി. എന്നിട്ട് ഇപ്പൊ തലയിറങ്ങിയ വീഡിയോടാ ഞാൻ പോന്നു. അതാ ആരും അനുകരിക്കരുത്. ഇത് കഴിക്കാൻ കൊള്ളുന്നതല്ല. നമ്മളിതാ ഇപ്പം പിന്നെ പേടി കേറുവാണ് തിരിച്ച് മേളിലോട്ട്. പാമ്പ് വല്ലതും